എത്രത്തോളം ചീറ്റിങ്ങിന് അഗേൻസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോർഗീവ് ചെയ്യും. ഞാൻ ഈ അമിതമായി സ്നേഹിച്ചു പോകുന്നവരുടെയും മാനിപ്പുലേഷൻസിൽ വീഴുന്ന ആൾക്കാരുടെ ബിഗ് ബോസ് പോയപ്പോഴേ 50 ദിവസം നിന്നിട്ട് ആരെയും ഏറ്റവും കൂടുതൽ മിസ് ചെയ്തേ? എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ, മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റുകളിൽ പെട്ടതിൽ മെയിൻ ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരെണ്ണമാണ് റന ഫാത്തിമ. ചീവീട് റന ഫാത്തിമ എന്നൊക്കെ പറയും. ആ സമയത്ത് അത്രയ്ക്ക് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. എനിക്ക് ചില സമയങ്ങളെ കാലവാരി എടുത്ത് തറയിൽ കൂടി കറക്കെടുത്ത് മുകളിലോട്ട് എറിയാനായിട്ട് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഇറിറ്റേഷൻ ആയിരുന്നു. എൻ്റെ ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു. ഇടിച്ചോണ്ടിരിക്കും പിടിച്ച് ഒറ്റയടി ഈ സെറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സത്യം, അത്രയ്ക്ക് നമുക്ക് ഇറിറ്റേഷൻ കൊണ്ട്, കലിപ്പ് വന്ന്, ദേഷ്യം കൊണ്ട് പിടിച്ച് ഉരയ്ക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടറായിരുന്നു. എന്നാൽ അതിനെ സംബന്ധിച്ച് തന്നെ പല വട്ടം ഇവള് ബിഗ് ബോസിന്റെ അകത്ത് വെച്ച് ഏറിപ്പോയിട്ടുണ്ട്. പക്ഷെ ഏറിപ്പോയ സമയത്തെല്ലാം എനിക്ക് ഇവളുടെ ഉമ്മാന്റെ അടുത്ത് ഭാവം തോന്നിയിട്ടുണ്ട്. മോളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മോള് ചെയ്യുന്ന എല്ലാ സകലമാന കോപ്രായങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട്, മോളെ ന്യായീകരിച്ചുകൊണ്ട് അവർ രംഗത്ത് വരും. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. ഒരു ഉമ്മ എന്ന രീതിയിൽ അവരെങ്ങനെയൊക്കെ സ്വന്തം മോളെ വെള്ളപൂശാം, വൈറ്റ് വാഷ് അടിച്ചെടുക്കാം എന്നുള്ളത് കൃത്യമായിട്ട് അവര് നിറവേറ്റി. പക്ഷെ അവർ കയറിപ്പോയി. അതാണ് അവസ്ഥ. അന്ന് ഈ പറയുന്ന ആലിബൊന്നും ഈ രണയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ അവർക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇടാൻ പോലും അവൻ തയ്യാറായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കണ്ടിട്ടുമില്ല. അവൾ ഏറി കയറി പോയ സമയത്തും അവനൊന്നും മിണ്ടിയിട്ടില്ല. മിണ്ടി അവനും കൂടി ഏറി പോകുന്ന അവനറിയാം. പക്ഷെ അവൻ മിണ്ടിയിട്ടില്ല. പക്ഷെ ഇവക്ക് ഈ സ്വന്തം വീട്ടുകാരെയും വേണ്ട, സ്വന്തം ഉമ്മാനെ വേണ്ട, വാപ്പാനെ വേണ്ട, ആരും വേണ്ട. ആലിബ് 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 ഈ ഒരു സെറ്റപ്പ് മാത്രമായിരുന്നു അവളുടെ മൈൻഡ് സെറ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അച്ഛൻ, അമ്മ ഇവരൊക്കെ കഴിഞ്ഞിട്ടേ ബാക്കി ആരും ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം സ്വന്തം അപ്പനമ്മയോളം നമ്മൾ ആരും സ്നേഹിക്കത്തില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നതാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ അപ്പനമ്മയോളം നമ്മളെ ആരും സ്നേഹിക്കത്തില്ല. അത് ഈ റന ഫാത്തിമയുടെ കാര്യം എടുക്കുമ്പോൾ തന്നെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ബിഗ് ബോസിൽ അവൾ ഏറിപ്പോയ സമയത്തും എല്ലാം ന്യായീകരിച്ചുകൊണ്ടും അതിനെല്ലാം വളച്ചൊടിച്ചുകൊണ്ടും സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്ന ഒരു ഉമ്മാനെയാണ് എനിക്കന്ന് അവിടെ കാണാൻ സാധിച്ചത്. പക്ഷെ അവർ ഏറി കയറിപ്പോയി. അവരെ ഞാനും ഏറി കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരെ എടുത്ത് ഊക്കി അവരും പറന്നു പോയായിരുന്നു. പക്ഷെ ഒരു ഉമ്മ എന്ന രീതിയിൽ സ്വന്തം മോളെ എല്ലാവരും കൂടി എടുത്തിട്ട് അലക്കിയപ്പോൾ ആ ഉമ്മ അവിടെ സംസാരിക്കാൻ വന്നു. അതാണ് അവരുടെ ക്വാളിറ്റി. അതാണ് സ്വന്തം മക്കൾക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടിയിട്ടായാലും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായാലും സ്വന്തം ഉമ്മയും വാപ്പയും അച്ഛനും അമ്മയൊക്കെ കാണത്തുള്ളൂ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അന്ന് രണ ഏറിപ്പോയപ്പോൾ ആലിബ് കേട്ട് കിടക്കാൻ സ്വന്തം പാർട്ട്ണറാണ് അല്ലെങ്കിൽ സ്വന്തം കാമുകിയാണ് ഏറിപ്പോയിരിക്കുന്നത്. മിണ്ടിയില്ല, ചുപ്പുരകമായിരുന്നു സെറ്റപ്പ്. പിന്നെ 19-ാം വയസ്സിലെ പ്രണയമാണ്. അതിനെയൊക്കെ എന്തോ വലിയ മോട്ടിവേഷൻ പോലെ അന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്തൊന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. 19-ാം വയസ്സിൽ നീയൊക്കെ പ്രേമിക്കാനാടി പോകുന്നതെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. 19-ാം വയസ്സിൽ നീയൊക്കെ പ്രേമിച്ചോ? അത് എന്തോ വലിയ ഇൻസ്പിറേഷൻ, എന്തോ വലിയ മോട്ടിവേഷനോടെ എടുത്തന്ന് ബിഗ് ബോസിന്റെ അത് അടിച്ചപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സപ്പോർട്ട് ചെയ്തുമില്ല, വിമർശിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യത്തുള്ളൂ. കാരണം ഈ 19-ലും 18-ലും 17-ലും ഭ്രാമം എന്ന സാധനം എടുത്ത് ഫാക്ടറി എടുത്തിട്ട് അടിച്ചു കൊടുത്തിട്ട് പിള്ളേർ ഇനി വരുന്ന തലമുറയ്ക്കും കൂടി അത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഞാനന്ന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒപ്പീനിയൻസ് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് 19-ാം വയസ്സിലും 18-ാം വയസ്സിലും പഠിക്കേണ്ട പ്രായം ആ സമയത്ത് പോയിട്ട് പ്രേമിച്ച് മറ്റേ പോലെ നടക്കുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് രണ ഇത് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ ചെയ്തതോ ചെയ്ത് അതെന്തോ വലിയ മോട്ടിവേഷനായിട്ട് പൊതുസമൂഹത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ അന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഇവരെയൊക്കെ കണ്ട് ഇൻസ്പയർ ആവുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പൊ ഈ കുട്ടികൾ വിചാരിക്കോ 19-ാം വയസ്സിൽ 18-ാം വയസ്സിൽ നമുക്ക് ഇതുപോലെ പ്രേമിച്ച് റന ഫാത്തിമയെ പോലെ ആകാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നീ കൊടുക്കുന്ന ഏറ്റവും വലിയ ബാഡ് മെസ്സേജ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ ഇന്ന് സപ്പോർട്ട് ചെയ്യാത്തത്. എന്നാൽ ഇപ്പൊ റീസെന്റ് ഈ റന ഫാത്തിമ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഒറ്റ നോട്ടത്തിൽ ആൾക്കാർ വിചാരിക്കും ആലിബുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്നുള്ളൊരു കാര്യം തന്നെ വിചാരിക്കും. ഇൻസ്റ്റയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്ത് എന്നുള്ളൊരു ചർച്ചയും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. ആദ്യം തന്നെ റന ഫാത്തിമയുടെ കൊണയടി നമുക്ക് കേട്ടുകൊണ്ട് ആരംഭിക്കാൻ സുഹൃത്തുക്കളെ. ഓക്കെ, നമ്മൾ എത്രത്തോളം ചീറ്റിങ്ങിന് അഗേൻസ്റ്റ് ആണെങ്കിൽ പോലും ചീറ്റിംഗ് ഈസ് എ ചോയ്സ് നോട്ട് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് രണ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോർഗീവ് ചെയ്യും.
എടാ ചീറ്റിങ് ഊഫിത്തനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആ ഊഫിത്തനം എനിക്ക് വലിയ യോജിപ്പുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ജെനുവിൻ ആയിരിക്കാൻ ശ്രമിക്കുക, അവിടെ ഒരു ജെനുവിനിറ്റി കീപ്പ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ അവളെ വെച്ചുകൊണ്ട് വേറെ പെണ്ണിൻ്റെ എടുത്തു, പെണ്ണുങ്ങളാണെങ്കിൽ അവനെ വെച്ചുകൊണ്ട് വേറെ ആണുങ്ങളെടുത്തു. ഈ ട്രാക്ക് വേണ്ട. അതാവുക നിങ്ങൾക്ക് അങ്ങനെ പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിലിരിക്കുന്ന റിലേഷനിലുള്ള ആളെ ബ്രേക്ക് ചെയ്യുക, ബ്രേക്കപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങിയിട്ട് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അടുത്ത് വേറെ ആളിലോട്ട് പോവുക. അല്ലാണ്ട് ഒരാളെ വച്ചുകൊണ്ട് അടിയിൽ കൂടി വേറെ റൂട്ട് വലിക്കുന്ന പരിപാടി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. എനിക്കത് താല്പര്യമുള്ള ഒരു കേസുമല്ല. മിതമായി സ്നേഹിച്ചു പോകുന്നവരുടെയും മാനിപ്പുലേഷൻസിൽ വീഴുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് അത് സംസാരിക്കുന്നത്. എന്താ വലിയ കാര്യമായിട്ട് കലാപരമായിട്ട് പറയാൻ ശ്രമിക്കുന്ന പോലെയാണ് രണ പറയുന്നത്. രണ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആട്ടുകാർ മൊത്തം ആലിബ് പോയല്ലേ, അവൻ മൂഞ്ചിച്ചല്ലേ, അല്ലെങ്കിൽ അവനെ മൂഞ്ചിച്ചല്ലേ എന്നുള്ള രീതിയിലായി നാട്ടുകാരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒരു കയ്യും കാലും പിടിക്കും ചെയ്യും, ഇങ്ങനൊന്നും ചെയ്യില്ല എന്നും പറയും. നമ്മൾ അത് വിശ്വസിച്ചിട്ട് അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കും, അഥവാ സെക്കൻഡ് ചാൻസ് കൊടുക്കും. അതായത് സെക്കൻഡ് ചാൻസ് കൊടുക്കും. ഇപ്പം പാർട്ട്ണർ അപരാധം കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചാൻസ് കൂടി കൊടുക്കും. ആ ചാൻസിൽ അപരാധിച്ച പിന്നെ ഇല്ല, നോട്ട് ഔട്ട്, ആ സെറ്റപ്പിൽ എടുത്ത് കളയും എന്നാണ് ഇവിടെ പറയാതെ പറഞ്ഞ് വയ്ക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്തല്ലേ അപ്പൊ ആലിബിന് വേറെ അഫെയർ, ആലിബിന് വേറെ അവിഹിതം, അങ്ങനെ അവിഹിതം പൊക്കി രണ ഒരു ചാൻസ് കൂടി കൊടുത്ത്, അങ്ങനെ ഒരു ചാൻസ് കൂടി ആലിബിന് കൊടുത്തതിന് ശേഷം ആലിബ് വീണ്ടും മൂഞ്ചിച്ചപ്പോൾ ആലിബിനെ എടുത്ത് കളഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലുള്ള സാധനമായിട്ട് നാട്ടുകാർ കണക്ട് ചെയ്യാൻ തുടങ്ങി. നമുക്ക് നോക്കാം. സെക്കൻഡ് ചാൻസ് കൊടുത്താൽ അടിപൊളിയാവും, റിലേഷൻഷിപ്പ് സൂപ്പർ ആയി പോവും. ലക്ഷങ്ങൾ ഒന്നൊക്കെ ചിലപ്പോ അങ്ങനെ സംഭവിച്ചെന്ന് വരാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു എക്കോണമിയില് സെക്കൻഡ് ചാൻസ് കൊടുത്താലും നന്നാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. അത് ശരിയാണ് കേട്ടോ, പോയിന്റ് കറക്റ്റാണ്. ഈ സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത് എന്തുവാ, നമുക്ക് മറ്റേ ഓട്ട മത്സരത്തിന് മുമ്പ് ഒരു ചാൻസ് കൂടി തന്നു ഞാൻ ഓടിച്ചളപ്പ് ജയിച്ചേക്കാം, ഈ ഒരു സാധനമില്ല. ഒരു പ്രാവശ്യം നമ്മൾ ഒരാളെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ വിശ്വസിക്കരുത്. പിന്നെ എത്ര ചാൻസ് കൊടുത്തു കഴിഞ്ഞാലും ചീറ്റിംഗ് ഈസ് ചീറ്റിംഗ് തന്നെയാണ്. അവിടെ നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിൽ ജെന്യൂനിറ്റി കാണിക്കാണ്ട് ഒരാളെ തേച്ചുകൊണ്ട് അടുത്ത റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ചാൻസ് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ത് ചാൻസ്? ഊഹിച്ചില്ലേ ഒരു പ്രാവശ്യം റിലേഷനിൽ ഇരുന്നും കൊണ്ട്, പിന്നെ ഇനി എന്നെ കീഴത്തിന് അടുത്തൊരു ചാൻസ് കൊടുക്കുന്ന ചീറ്റിംഗ് ഇസ് ചീറ്റിംഗ്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അല്ലാണ്ട് പിന്നെ അതിരിക്കട്ടെ, ഇവളുടെ നഖത്തിൽ ഇതെന്താ, എന്ത് പറ്റി? ഇതെന്ത് സംഭവം? ഇതെന്ത് ഒട്ടിച്ചു വെച്ചിട്ടുള്ളതാണല്ലേ? ഇത് മറ്റേ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇവർക്ക് ഇത്രയും നഖം, ഇതെന്ത് എന്തുവായത്? ഇതൊക്കെ ഇനിയിപ്പം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ വാച്ചായിരിക്കണം കേട്ടോ, കണ്ടപ്പോ എനിക്ക് പറയാൻ തോന്നി. വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ കുറച്ച് കടുത്തുപോയി. നമ്മള് ഫോർഗീവ് ചെയ്ത് കൊടുക്കൂലേ, നമുക്ക് അത്ര ഇഷ്ടല്ലേ ആളെ. ഇതേ ഇഷ്ടം അവർക്ക് ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനത്തെ തുല്യ സ്വഭാവം കാണിക്കില്ലേന്ന്. അത് ന്യായമാണ്. എന്ത് പറ്റി? ആല് പോലും അണ്ണാക്കി തന്ന മുഞ്ചിച്ച അറിയാൻ പാടില്ല. സംസാരം കേട്ടിട്ട് അതുപോലെയാണ് തോന്നുന്നത്. അതായത് അങ്ങനെ ഫോർഗീവ് ചെയ്ത് കല്യാണം കഴിക്കുകയും കല്യാണം കഴിച്ചിട്ട് എക്സ്ട്രാ അഫയർ കണ്ടെത്തിയിട്ട് പിന്നെയും ഫോർഗീവ് ചെയ്യുകയും ഇങ്ങനെ ഫോർഗീവ് ചെയ്ത് ജീവിതം നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ആ ആളെ കൂടെ ജീവിച്ചാലും നടക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ നമ്മളെ ജീവിതം തുലിക്കാം. ട്വിസ്റ്റ് എപ്പോഴാന്നറിയാൻ സംഭവിക്കാം, നമ്മൾ കുറെ സെക്കൻഡ് ചാൻസ് കൊടുത്ത് ലാസ്റ്റ് ഇവരെന്നെ പറയും നമുക്ക് ബ്രേക്കപ്പ് ആവാം, എനിക്ക് എന്നെ പറ്റുന്നില്ല. സെക്കൻഡ് ചാൻസ് കൊടുത്ത ആളെ മൂഞ്ചിപ്പോയി. ഇതാണ് നടക്കാൻ പോകുന്നത്. ഞാൻ ഒരു റിയാലിറ്റി ചെക്ക് തന്നതാണ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ. മൂഞ്ചിയ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചാണ്. പറച്ചിലും ഇരിപ്പോശം കണ്ടിട്ട് മൂഞ്ചിയതുപോലെ തോന്നുന്നു. പക്ഷെ ഇവിടെ വേറൊരു ഹൈലൈറ്റ് സാധനമാണ്. ഇത് റീച്ചിന് വേണ്ടിയിട്ടും ലൈം ലൈറ്റിൽ അടുത്ത ഒരു വിഷയമായിട്ട് ചർച്ച വന്നിട്ട് റന ഫാത്തിമ ബ്രേക്കപ്പ് ആയോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അവസാനം ഇവർ രണ്ടുപേരും കൂടി വന്നിരുന്നിട്ട് അയ്യോ എന്താ ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഈ നാട്ടുകാർക്ക് ഇന്നത്തിൻ്റെ കേടാ എന്ന് പറഞ്ഞും കൊണ്ട് നാട്ടുകാരെ കുറ്റം പറഞ്ഞും കൊണ്ട് ഒരു വീഡിയോ ഇടാനുള്ള പ്ലാൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിന് വേണ്ടിയിട്ട് ചീറ്റിംഗ് ഈസ് എ ചോയ്സ് നോട്ട് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞൊരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ചീറ്റിങ്ങിന്റെ മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ഇല്ലാതില്ല. പിന്നെ ആലിബ് അവൻ തേക്കാൻ മാത്രം ഉള്ള കരുത്ത് അവനുണ്ടെന്ന് തോന്നുന്നില്ല. അവർ പൊട്ടണം പോലെ കയറി ഇരിക്കുന്നതാണ്. ഇവളാണ് മൊത്തം ഭരിക്കുന്നതെന്ന് തോന്നുന്നു. അത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എന്തായാലും കുഴപ്പമില്ല, തേഞ്ഞെങ്കിൽ നല്ല കാര്യം. രണ്ടുപേരും കൂടി തേഞ്ഞ് തേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തെങ്കിൽ ചീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല കാര്യം. ഈ 19-18 മറ്റേ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം, അല്ല പ്രേമിച്ച് കൊണച്ചോണ്ട് നടക്കരുത് കേട്ടോ. അതെനിക്ക് പറയണമെന്ന് തോന്നി. നിങ്ങളെ പ്രേമം ഭയങ്കര മോട്ടിവേഷനായിട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇവളുടെ പ്രൊഫൈലിൽ നിന്ന്, അതായത് ഇവൾക്കൊരു 3-4 അക്കൗണ്ട് ഉണ്ട്. അതിൽ 4 ലക്ഷത്തി സംതിങ് ഉള്ള ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടിൽ നിന്ന്
ഞാൻ എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇവൾ ആലിബിനെ ഫോളോ ചെയ്തിട്ടുണ്ട്, ആലിബ് ഇവളെയും ഫോളോ ചെയ്തിട്ടുണ്ട്. വേറെ 2 അക്കൗണ്ടിൽ നിന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്തിട്ടില്ല. അത് കണ്ടും കൊണ്ടാണ് നാട്ടുകാർ പറയാൻ തുടങ്ങിയത് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തെന്ന്. എന്തോ അറിയാൻ പാടില്ലടേ. ആലിബിനും ഫേക്ക് അക്കൗണ്ടാ. ദൈവമേ, ആലിബിന് 2 അക്കൗണ്ടാ. ഇത് ഇവൾ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്, ആ 2 അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയതാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഓക്കെ, ഈ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റ് ഞാൻ കൊടുക്കാം. ആലിബ് മൂഞ്ചിച്ചോ? ആഹാ. കമന്റ്സ് ഗോൺ ബി ലൈക്ക് ബോയ് ഫ്രണ്ട് നിന്നെ തേച്ചോ? ഗുഡ്. ഗോഡ് ഫോർബിഡ് എ വുമൺ സ്പീക്ക് ഫാക്ട്. ട്രൂ ബ്രോ എന്ന് പറഞ്ഞും കൊണ്ട് അതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചിരി 100% മറ്റത് മരിച്ചത് കൊല താങ്ങ ചക്ക മാങ്ങ തൊലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഈ അക്കൗണ്ടിൽ നിന്നാണ് ഇവൾ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇതിന് 1,53,000 വ്യൂ ഉണ്ടായിരുന്നു. വേറെ വീഡിയോ ഞാൻ ചെയ്തില്ല, എനിക്ക് എന്നെ കാണുമ്പോഴേ അല്ലെങ്കിൽ ചൊറിഞ്ഞു വരും. ഇതിൽ കണ്ട പ്രൊഫൈലിൽ ഐ ഹാവ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് 3 അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇട്ടിട്ടുള്ള അക്കൗണ്ടിന് 13.6K. ഇതിൻ്റെ പ്രൊഫൈൽ കലക്കം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പ്രൊഫൈൽ, അടിപൊളി പ്രൊഫൈലായി ഇങ്ങനെ ഇരിക്കണം. എന്നാ ഐശ്വര്യമാണ് ഈ പ്രൊഫൈലിന്. സൂപ്പർ. എന്തുവാ ഇത്, വായിക്കാത്ത അണ്ണാക്കി പിരിവെട്ടി പോലെ ഇരിക്കുന്നു. എന്താടാ ഇത്, താടിയൊക്കെ വെച്ചിരിക്കുന്നു, കുണ്ടനാണ്. അത് പോട്ട്. അങ്ങനെയാണ് പ്രൊഫൈൽ, കലക്കം പ്രൊഫൈൽ, അടിപൊളി പ്രൊഫൈൽ. ഇങ്ങനെ ഇരിക്കണം പ്രൊഫൈലായ. അക്കൗണ്ട് ഇതാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 അക്കൗണ്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ഹാവ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്. കൊള്ളാം, എല്ലാ കാര്യം. ഇതെന്താ സംഭവം? കേരള സ്റ്റോറിനെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. നോമ്പില്ലേ, ആക്സിഡൻ്റലി ഡിഡ് എ ലിറ്റിൽ എന്തോ വായിക്കാനും പറ്റില്ല. റേജ്മെൻറ്റ് ഓൺ ബാംഗ്ലൂർ ഔട്ടോ ടോപ്പിക് ബീഫിനെയൊക്കെ പറ്റിയിട്ടാണല്ലോ. അത് ഇതോടിയപ്പോൾ അടുത്ത ബീഫിൻ്റെ 8 സ്വാഭാവികം. അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നേരെ ഓടി വന്നിട്ട് ആലിബിന്റെ നെഞ്ചത്തോട്ട് കയറി വീഡിയോ ഒന്ന് കാണാം. അച്ചോട്ടാ, അയ്യോ, ബിഗ് ബോസിൽ നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആരെ മിസ് ചെയ്യുന്നത്? ആലിബിനെ. ഇതൊക്കെ അങ്ങോട്ട് കണ്ടാ മതി. സ്വന്തം ഉമ്മ നിനക്ക് വേണ്ടിയിട്ട് നാട്ടുകാരെ തള്ളക്കുള്ളി മൊത്തം കേട്ട് ആ ബിഗ് ബോസിൻ്റെ അകത്ത് നീ കിടന്ന സമയത്ത് അതെങ്ങനെ പെറ്റ വയറിനെ മറക്കൂടെ? എല്ലാ മക്കളും അല്ല, ഇതുപോലുള്ള കുറേ എണ്ണം ഈ ഫുണ്ടകൾ, 2K ഫുണ്ടകൾ, എല്ലാ ഫുണ്ടകളും അല്ല, 2Kയിലുള്ള ചില ഫുണ്ടകൾ ഇതുപോലത്തെ. അതിനൊന്നും പിന്നെ അമ്മയപ്പനൊന്നും വിലയൊന്നും കാണത്തില്ല. ഇതൊക്കെയാണ് ഈ എന്താ മറ്റേ ഏതെങ്കിലും പൂക്കികളെ പ്രാമിക്കും, പിന്നെ അവന്മാർ പിന്നെ മറ്റേത് കുടയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ആലിബ് കോപ്പ് എനിക്ക് കാണുമ്പോഴേ ചൊറിഞ്ഞു ഈ പൂക്കി മോളുകളുടെ പരിപാടി. അയ്യോ ആലിബേ തൂറിയാടാ, സോറി, അയ്യോ വാരിയാടാ, സോറി. ഞാൻ വിഷയത്തിൽ തെറ്റ് പറയും, പെട്ടെന്ന് ടെണ്ണാസുന്നെ ഓർമ്മ വന്നു. അതുകൊണ്ടാണ് അവക്കിട്ട് ആടിക്കുന്നല്ലോ, ഇവക്കിട്ട് അടിച്ച് പൊടി പിള്ളേരല്ലേ. പിള്ളേരെ പ്രായത്തിന്റെ എടുത്ത് ചാട്ടത്തിലും തിളപ്പിലും പലതും കാണിച്ചു കൂട്ടും. പിന്നെ വേണ്ടായിരുന്നെന്ന് തോന്നും. നീയൊക്കെ എന്താണ് കാണിച്ചു കൂട്ടും? നീയൊക്കെ പ്രാമിക്കുക, ഗീരവത്ത് എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്ന് കൊണയടിക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്വന്തം ഉമ്മാക്ക് കുറച്ച് വില കൊടുക്കുക കേട്ടോ. അവർ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാട്ടുകാരുടെ വായിലിരിക്കുന്ന തെറിവിളി കേട്ടിട്ടുണ്ട്. അതുപോലെ നിനക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ അന്ന് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂടെ. അന്ന് ആലിബും ഇല്ല, ഒരു ഓപ്പനും ഇല്ല. നീ ഇപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന റിലേഷനൊന്നും അല്ല. നീ ഏറിപ്പോയ സമയത്ത് ഒരു പോസ്റ്റ് ഇട്ട് പോലും നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാത്ത ഇവനൊക്കെ എവിടത്തെ ലവർ. അന്ന് നിനക്ക് വേണ്ടിയിട്ട് നാട്ടുകാരുടെ തെറിവിളി കേൾക്കാൻ നിന്റെ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിഗ് ബോസിൽ പറഞ്ഞത് കേൾക്കാം. 2K കിഡ്സ് നുണ ഫാത്തിമയുടെ പ്രണയ കഥ കേൾക്കാം. അയ്യോടോ, ഇല്ല +1 പഠിക്കുമ്പോഴാണ് ഞാൻ റിലേഷനിലായത്. അതിന് ഞാൻ എന്ത് ചെയ്യണം? കമന്നിരിക്കണം. എനിക്ക് ചെയ്യാൻ നിനക്ക് വേണമെങ്കിൽ നീ കമന്നിരിക്കും. അയ്യോ, ആലിബ് എന്നാണ് പേര്. ആലിബാബ 41 കള്ളന്മാരും കഥ കേട്ടിട്ടില്ല. അതുപോലെ ആലിബ് എന്നാണ് പേര്. +1 ആയിരുന്നപ്പോഴാണ് റിലേഷൻ. എന്തോ വലിയ സംഭവം പോലെ പറയാണ്. ചൊറിഞ്ഞു പറഞ്ഞു എനിക്ക്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് കരി വരണം. അയ്യോട്ടോ, എനിക്ക് ആലിബിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നാത്തിനാടി നീ അങ്ങോട്ട് ആ പ്രോഗ്രാമിൽ കെട്ടിയെടുത്ത് എഴുന്നള്ളി പോയത്? വേറെ പിരിഞ്ഞെന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിലോട്ട് വരാൻ കേട്ടെ. മറന്നു വിഷയം, ഞാൻ മറന്നു. എല്ലാം കൂടിയൊക്കെ കണ്ടപ്പോഴേ കരയടി കരഞ്ഞ് നീ ഇതെങ്ങോട്ടത്? കഷ്ടം, ചൊറിയണം. എനിക്കും വന്ന് ആമ്പക്കം. നിനക്ക് വന്നപ്പോഴും എനിക്കും വന്നു. ഇതാണ് ഒരു ആമ്പക്കം കേട്ടോ, അടുത്ത ആമ്പക്കം എനിക്ക് വരും. +1 ആയപ്പോൾ ഞാൻ ആളുമായിട്ട് കമ്പനിയായി. പിന്നെ നടന്ന ചരിത്രമാണ്. എൻ്റെ ആലിബാബയിൽ 41 കള്ളന്മാർ പിന്നെ എൻ്റെ കൂടെ ആയിരുന്നു. എന്തുവേടേ ഇത്? പ്രേമം പോലെ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാൻ വിട്ടാ പറണ്ടാൻ പോവില്ല. പ്രേമങ്ങളും തൊലിഞ്ഞ്
കാലം വേദന എടുക്കുന്നു, കൊച്ചി പിടിക്കുന്ന കോപ്പ്. ഓ, പഠിക്കാൻ വിട്ട പ്രായത്തിൽ പഠിക്കാൻ വയ്യ, ഞങ്ങൾ രണ്ടുപേരും റിലേഷനിലായിരുന്നു. കോപ്പ് കാലും കൊച്ചി പിടിക്കണല്ല. ഇതിന്റെ വീഡിയോ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. ഇത് ബിഗ് ബോസ് സമയത്ത് ഇതിന്റെ വീഡിയോ ചെയ്തോണ്ടിരുന്നപ്പോ എനിക്ക് കോച്ചി പിടുത്തോണ്ടായിരുന്നു. ഓ, ഞാനാണ് അവൻ അങ്ങോട്ടേക്ക് പ്രപ്പോസ് ചെയ്തത്. അല്ല അലിബേ, നീ 41 കള്ളം വരെ എപ്പോ വരും, ഞാൻ നിന്നെന്താ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, ഇക്കൊന്നെ ഒന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പന്നെന്റെ തക്കിട്ടോ വാ വെച്ചിട്ട് വാ വെച്ചുകൊണ്ട് വാ ഫേ. ഓ, പറയുന്ന കേട്ട് കഴിഞ്ഞാൽ പെണ്ണും കെട്ടി കല്യാണം കഴിഞ്ഞ് പിള്ളേരെ പറ്റി 4 വർഷമായതുപോലെയാണ് പറയുന്നത്. 19-ലും 18-ലും ബ്രാഹ്മണങ്ങളായിട്ട് 2 വർഷം റിലേഷൻഷിപ്പായിരുന്നു. സ്വന്തം അമ്മയ്ക്ക് നീ എന്നാ വിലയടി കൊടുക്കുന്നത്? സ്വന്തം പെറ്റ തള്ളയ്ക്ക് അവർക്ക് എന്തെങ്കിലും റെസ്പെക്ട് കൊടുത്തിട്ടുണ്ടോ? പോട്ട് സ്നേഹം കൊടുത്തിട്ടുണ്ടോ? ആലിബ് പോലെ ആലിബ് കണ്ടാ മതി. അങ്ങോട്ടൊക്കെ പോകുമ്പോഴേ നീ അവൻ തേച്ചൊട്ടി ചണ്ണാക്കി തന്ന, നീ അവന് തേച്ചൊട്ടി ചണ്ണാക്കി കൊടുത്ത ഒരു പിടിയുമില്ല. ദൈവത്തിനറിയാം. കരയാതെടി കരയാതെ. എനിക്ക് ഉറക്കം പറഞ്ഞു നിന്റെ കരച്ചിൽ കേട്ടോ. അപ്പൊ സത്യം മതി മതി മതി. നുണ ഫാത്തിമയുടെ നുണക്കഥ. ഇത് കേട്ട് ഞാൻ തന്നെ ഭ്രാന്തനായി. എനിക്കിനി കേൾക്കാനുള്ള ത്രാണിയില്ല. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ രണ ഫാത്തിമ. ഇവള് റീച്ചിന് വേണ്ടിയിട്ട് ഈ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചെയ്തൊരു കോപ്രായമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സീരിയസ്ലി പറയാം. അല്ലാണ്ട് ഇത് ഉടായ്പാണ്. അല്ലാണ്ട് ഇവള് ബ്രേക്കപ്പ് ഒന്നും ആയെന്ന് തോന്നുന്നില്ല. ഇനി ബ്രേക്കപ്പ് ആയെങ്കിൽ നല്ല കാര്യം. ഇതുപോലുള്ള സ്കൂളിലെ പ്രണയങ്ങളും വെച്ചും കൊണ്ട് അത് വലിയൊരു മോട്ടിവേഷൻ ആക്കി എടുത്തും കൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട് ഇവന്മാരൊക്കെ കാണിക്കുന്ന പേക്കൂത്തുകൾ സപ്പോർട്ടില്ല. പൂജാമാൻ്റെ എന്ത് മെസ്സേജാണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? കഷ്ടം. കാണുമ്പോൾ തന്നെ കലി വരും. ഇവർ ചെയ്യുന്നതോ തെറ്റ്, അത് വീണ്ടും മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് അതെന്തോ ശരിയാണെന്നുള്ള രീതിയിൽ വാദിക്കാൻ ഇവരുടെ ഒരു ശ്രമമുണ്ട്. അതാണ് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. അത്തരം കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൊടുക്കത്തില്ല. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണോടെ. അല്ലാണ്ട് പ്രേമം കോലാണ്ടി എന്നൊക്കെ പറഞ്ഞ് ജീവിതങ്ങൾ തൊലച്ച് കളയരുത്. ഉള്ള കാര്യം പറയാമല്ലോ. പ്രേമിക്കാടെ അതിനൊക്കെ സമയമുണ്ട്. ഈ 18-ലും 19-ലും ഒക്കെ പഠിച്ച് നമ്മൾ സ്കൂൾ ജീവിതം കോളേജ് ജീവിതമൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കണം. അല്ലാണ്ട് ആ സമയത്ത് പ്രേമവും തൊലയും മണ്ണാങ്കട്ട എന്ന് പറഞ്ഞുകൊണ്ട് ലൈഫ് തൊലയ്ക്കരുത്. നമ്മൾ ഈ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ അവരിലേക്ക് ഒതുങ്ങിപ്പോവും. സീരിയസ്ലി നമ്മൾ അവരിലേക്ക് ഒതുങ്ങിപ്പോവും. നമുക്ക് ആ സമയത്ത് കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്ന ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, നല്ല നല്ല മൊമെന്റ്സ് ആയിരിക്കും, പ്രോഗ്രാംസ് ആയിരിക്കും, പല കാര്യങ്ങൾ നമുക്ക് ആ ഒരു സമയത്ത് മിസ് ചെയ്യും. കാരണം ഒരു റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ പകുതിയല്ല, ഒരു 70% ആ ഒരാളിലേക്ക് ഒതുങ്ങുന്ന സമയത്ത് നമ്മുടെ റിയൽ ക്യാരക്ടർ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ റിയൽ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് നഷ്ടപ്പെടും. നമ്മൾക്ക് എൻജോയ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട കുറേ നല്ല നല്ല ഓർമ്മകൾ, നല്ല നല്ല മൊമെന്റ്സ്, ഇതെല്ലാം നമുക്ക് മിസ്സാക്കും. അതുകൊണ്ട് ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും റിലേഷൻഷിപ്പിൽ പോകരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കോളേജ് ജീവിതമൊക്കെ അടിച്ചു പൊളിക്കേണ്ട ജീവിതമാണ്. ആ സമയത്തൊക്കെ പ്രേമിച്ച് മണ്ണാങ്കട്ട കൊലയെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെച്ചോ, 100% നല്ല നല്ല മൊമെന്റ്സ് ജീവിതത്തിൽ നഷ്ടമാകും. അത് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ളതായാലും എന്തായാലും. പ്രേമിക്കുന്നതൊക്കെ നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ വീണ്ടും പ്രേമിക്കുക. കോളേജൊക്കെ കഴിഞ്ഞിട്ട് കല്യാണ സമയമൊക്കെ ആകുമ്പോൾ പ്രേമിക്കാം, കല്യാണം കഴിക്കുക, എല്ലാം ഓഫ് കോഴ്സ് നടക്കുന്ന കാര്യമാണ്. പക്ഷെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പ്രേമിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നഷ്ടം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടും. നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റാതെയാവും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയാവും. റെസ്ട്രിക്ഷൻസ് വരും. എന്തോ എല്ലാം മൊത്തത്തിൽ ഞാൻ പറഞ്ഞതാണ്. എനിക്കിത് ഈ ഒരു സമയത്ത് പറയണം തോന്നി. ചിലപ്പോൾ ലൈഫിൽ നിന്ന് തൊട്ട് പറയുന്നതായിരിക്കാം. മേ ബി അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നല്ല നല്ല മൊമെന്റ്സും ഫ്രണ്ട്സും ഒക്കെ മിസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് വന്നിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഞാൻ പറയുന്നതായിട്ട് റിലേറ്റ് ചെയ്യും. കാരണം ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അവർ കുറേ കാര്യങ്ങൾ പറയും, നമ്മൾ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറയും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തടസ്സങ്ങളുണ്ടാവും. നമുക്ക് ആ ഒരു കോളേജ് ലൈഫായാലും സ്കൂൾ ലൈഫായാലും എൻജോയ് ചെയ്യാൻ പറ്റാതാവും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ നടക്കുന്ന പ്രേമങ്ങളും കോപ്പുകളും ഒന്നും ഒരിക്കലും ലൈഫിൽ സക്സസ് ആവില്ല. റെയറായിട്ട് ആവാറുണ്ട്. സ്കൂളിലൊക്കെ ഉള്ള പ്രണയങ്ങളും പിന്നെ കല്യാണം കഴിച്ച് റെയറായിട്ട് ആവാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിലെത്രത്തോളം അവർ പിന്നെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നു എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. എന്നാലും ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മൾ പ്രേമിക്കേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ പ്രേമിക്കാനൊക്കെ നിൽക്കുക. പിന്നെ പ്രേമിച്ച് നമുക്ക് പറ്റിയ ഒരാളെയൊക്കെ കണ്ടെത്തി വീട്ടുകാരുടെ സമ്മതത്തോടെയൊക്കെ കല്യാണം കഴിക്കുന്ന ഓക്കെയാണ്. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അവിടെ എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യണം. അല്ലാണ്ട് ആ സമയത്ത് പ്രേമം മണ്ണാങ്കട്ട തൊലിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നല്ല സമയങ്ങൾ നഷ്ടപ്പെടും. ഇവിടെ രണ ഫാത്തിമ ഡിവോഴ്സ് ആയോ, ഡിവോഴ്സ് അല്ലല്ല, ബ്രേക്കപ്പ് ആയോ, എന്തായെന്നൊന്നും അറിയത്തില്ല. ഇവള് ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാനും മുഞ്ചിക്കാനും വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് എടുത്ത് ഇട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ഒന്നും കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല. 2-3-4 അക്കൗണ്ടുകളുണ്ട്, ഫുള്ള് ഉടായ്പകളാണ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഇന്റർവ്യൂ കൊടുക്കും, അല്ലെങ്കിൽ വീണ്ടും ലൈം ലൈറ്റിൽ ചർച്ചയാകും. കാരണം ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞിട്ട് ഇവളുമാരൊന്നും പിന്നെ ഒരു പട്ടി കുഞ്ഞുപോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള കാട്ടാപ്പാണ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.